അപ്പോൾ ഇനി അങ്ങോട്ട് മൊത്തം മഷ്റൂമായി ആയിരിക്കും കേട്ടോ. ഇത് വെച്ചിട്ട് കറിയായി, തോരനായി, വറുത്ത്, അതായി ഇതായി എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളപ്പോഴാണല്ലോ ഓരോ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ പുതിയൊരു പരീക്ഷണമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, പരീക്ഷണമല്ല ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് മഷ്റൂം 65 ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പറിച്ച കൂണിൽ നിന്ന് ബാക്കി വന്ന കുറച്ച് കൂണുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് 65 ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും അതിൻ്റെ കൂടെ കടലമാവും, ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാനൊരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും അളവും കണക്കൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇത് സൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക. പിന്നെ ഈ ഇളക്കാൻ വേണ്ടി ഈ സ്പൂണൊന്നും നമുക്ക് ഇറക്കില്ല, അവസാനം കൈ തന്നെ വേണ്ടി വന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ബജ്ജിക്കൊക്കെ വേണ്ടിയിട്ട് ബാറ്റർ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെയാണ് ഇതിനും ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള പരുവത്തിന് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന, ഞാൻ വലിയ കൂണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഒന്ന് ഇളക്കി വാരി ആ പ്ലേറ്റിലേക്ക് മാറ്റിയ. ഈ പ്ലേറ്റൊക്കെ വെറും പ്രഹസനമാണ് കേട്ടോ. എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്താണ്. പിന്നെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല മുരുമുരാന്നാവുന്ന വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബജ്ജിയൊക്കെ കഴിക്കില്ല, അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. ഇനിയപ്പോൾ സ്ഥിരം ഇത് തന്നെ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.